അല്ലേ ഒന്ന് നന്നായി ഊതിക്കോട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പഴുതര പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്ക് ഇട്. അതെ അതിനകത്ത് തിളച്ചിരിക്കണ പച്ചവെള്ളമല്ല, പനിനീര. വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക എന്താ ധാരയാ. കണ്ട ഞാൻ കുത്തുട്ടോ. ഓഹോ, ഇവന് ഇളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാൻ അറിയണ്ട വേറെ അമ്മ ഉണ്ടല്ലേ. തണ്ട ആള് കൊള്ളാലോ. ഇതിപ്പോ ഇലയിട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്ക് ആ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷെ മരക്കാട് മുതലാളിയുടെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ കയ്യിലേക്കൊന്ന് കിട്ടണ്ടേ. ഒന്നും പേടിക്കാനില്ല. പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ എങ്ങനെ എത്തും? മരക്കാട് മുതലാളിയുടെ വാക്ക് വാക്കാ. കുഞ്ഞമ്മാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. ആ പരമേശ്വരൻ വന്നല്ലോ. ഇന്ന് വന്നേ. മരക്കാര് മുതലാളി നമ്മളെ ചതിച്ചു. കാശ് റെഡി ആയിട്ടില്ല. അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ലാത്രേ. അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. ഈശ്വരാ, ചതിച്ചോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഹലോ, ചെക്കനാണല്ലേ? ഞാൻ പെണ്ണിന്റെ മുറച്ചെറുക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ. വലുതായിപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടാ. ഈ മണ്ടരൊന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധീത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചു.